കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന് വിമതശല്യം. 4 സ്ഥാനാർത്ഥികൾ വിമതരായി മത്സരിക്കുന്നുണ്ട്. നഗരസഭ മുൻ ചെയർപേഴ്സൺ ബീന ജോബിയും വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട്. കട്ടപ്പന നഗരസഭയിലെ 6, 23, 31, 33 എന്നീ വാർഡുകളിലാണ് വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ ആവശ്യമായ പരിഗണന ലഭിച്ചില്ലെന്നാരോപിച്ച് ഒരു വിഭാഗം മുൻപ് തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് 10 സീറ്റുകളിൽ മത്സരിക്കാൻ ഇവർ പത്രികകളും നൽകി. പിന്നീട് UDF ജില്ലാ നേതൃത്വം ഇടപെട്ട് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ 6 പേർ പത്രിക പിൻവലിച്ചു. ഇതോടെ 4 പേരാണ് വിമത സ്ഥാനാർത്ഥികളായി നഗരസഭയിലേക്ക് മത്സരിക്കുന്നത്. മുൻ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാനെതിരെ മണ്ഡലം ജനറൽ സെക്രട്ടറി റിൻഡോ സെബാസ്റ്റ്യനാണ് വിമത സ്ഥാനാർത്ഥി. മുൻ മത്സരിച്ച് 3 തവണയിൽ കൂടുതൽ മത്സരിച്ച് 3 മുതൽ 6 തവണ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ സീറ്റ് കൊടുത്തത്. ഞങ്ങളെപ്പോലെയുള്ള യുവാക്കൾക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെടുകയും ചെയ്ത ഒരാളെ പാർട്ടി പരിഗണിക്കുകയും ചെയ്തിട്ടില്ല. മുൻ വൈസ് ചെയർമാൻ KJ ബെന്നിക്കെതിരെ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ബിജു മത്സരിക്കും. മുൻ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടത്തിനെതിരെ മുൻ ബ്ലോക്ക് സെക്രട്ടറി ജോബി സ്റ്റീഫനാണ് റിബൽ സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസിലെ മേഴ്സിക്കുട്ടി ജോസഫിനെതിരെ മുൻ നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായ ബീന ജോബിയാണ് വിമതയായി മത്സരരംഗത്തുള്ളത്. കൂടാതെ നഗരസഭയിലെ 17-ാം വാർഡിൽ UDFന് 2 സ്ഥാനാർത്ഥികളാണുള്ളത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിലും കേരള കോൺഗ്രസ് അംഗം സേവ്യർ ചള്ളവയലിലുമാണ് മത്സരരംഗത്തുള്ളത്. തൊടുപുഴ നഗരസഭ 10-ാം വാർഡിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും നിലവിൽ കൗൺസിലറുമായ ജോർജ് ജോൺ കൊച്ചുപറമ്പിലിനെതിരെ 2 വിമത സ്ഥാനാർത്ഥികളുണ്ട്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും കൗൺസിലറുമായ ആനി ജോർജ്, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബഷീർ ഇബ്രാഹിം എന്നിവരാണ് വിമത സ്ഥാനാർത്ഥികൾ. അമൃത ന്യൂസ്, ഇടുക്കി.